ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച ഷൈനിയുടെയും 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെ അതിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ബോബി എന്ന് പറയുന്ന ഒരു വികാരി പാതിരിയാണ്. അതായത് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ. അവനൊരു പ്രകൃതി വിരുദ്ധ പീഡകനാണ്. അവന് ഓസ്ട്രേലിയയിൽ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അവിടുത്തെ പിള്ളേർ ആരെയും കൊച്ചു ആൺപിള്ളേരെ ഒന്നും അവൻ നിൽക്കുന്ന പള്ളിയിലോട്ട് പറഞ്ഞു കൊടുത്തില്ല. പേടിയായിരുന്നു. അവിടെ ഒരു സായിപ്പിൻ്റെ ഒരു കൊച്ചിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞൊരു ചെറിയ കംപ്ലയിൻ്റ് അവിടെ ഉണ്ട്. പക്ഷെ അത് ഒതുക്കി തീർത്തു സഭയുടെ പിടിപാടുകൾ മൂലവും. പിന്നെ ചില സഭയിലുള്ള ചില കന്യാസ്ത്രീകളൊക്കെ ഇവന് ഭയങ്കര സപ്പോർട്ട്. ഇവൻ നല്ലൊരു വത്സനാണ്. ഇവൻ ഈ സഭയുടെ ഒരു വത്സൻ എന്നാണ് ഇവനെ സഭയ്ക്കുള്ളിൽ അറിയപ്പെടുന്നത്. വത്സൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് എങ്ങനത്തെ ക്യാരക്ടറാണ്. ഇവന് ഈ പഞ്ചാര വാക്കുകളിലൂടെയാണ് ഈ വത്സപ്രിയനാണ് ഇവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവന് ഊരിപ്പോയി. ഇവനെ സഭ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇവന് ആസ്ട്രേലിയയാണ്. ആസ്ട്രേലിയയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇവന് ഇവിടെ പോകും, കാനഡയിൽ പോകും. സഭയ്ക്കാണ് പിടിപാടില്ലാത്തത്. അവനെ രക്ഷപ്പെടുത്തിയെടുക്കുക. കുഞ്ഞാട് 1000 ആടുകളിൽ നിന്ന് ഒരു ആട് തെറ്റ് ചെയ്താലും ആ പോകുന്ന ആടിനെ തപ്പിപ്പോകുന്നതല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ ഒരു ആടിന് തെറ്റ് പറ്റിയതായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. ആടിന് തെറ്റുപറ്റി ആട് ഇനിയും ഒരു തെറ്റ് ചെയ്താലും ക്ഷമിക്കണം. അതാണ് നമ്മളെ സഭയും ദൈവമെല്ലാം പഠിപ്പിക്കുന്നത്. ഈ വത്സപ്രിയനെ നമുക്ക് അതുപോലെ രക്ഷിച്ചെടുക്കണം. വത്സൻ്റെ നാക്കിനും അവൻ്റെ കുർബാന കൊടുക്കാനുള്ള കഴിവിനും ദൈവം ആരോഗ്യം കൊടുക്കട്ടെ. പക്ഷേ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ശകലം വ്യത്യാസമാണ്. വത്സൻ എന്തോരം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. വത്സൻ്റെ അനിയൻ, അതായത് ഷൈനിയുടെ കെട്ടിയവൻ, ആ ഉണ്ണാക്കൻ, അവനെ നാട്ടുകാർ ഉറപ്പായിട്ട് അടിക്കും. അവനെ ഇരുട്ടുവായി കിട്ടിയ ആൾക്കാരടിക്കും. അവൻ്റെ ഉണ്ണാക്കൻ മകന് 13 വയസ്സുള്ളൊരു ചെറുക്കന്. 10 വയസ്സുള്ള ആൾക്കാർ വീട്ടിൽ സ്ട്രോങ് ആയിട്ട് അവൻ വളർന്നു വരുന്നൊരു ഉണ്ണാക്കനാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ അമ്മയ്ക്ക് അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്, അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതെ. എന്നിട്ട് അവന് മനസ്സിലാക്കില്ലോ എന്ന് പറഞ്ഞ് കരച്ചിൽ. നമ്മളവനെ കുറ്റപ്പെടുത്തുകയല്ല. എങ്കിലും 13 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തിരിച്ചറിവുള്ള പ്രായമാണ്. പിന്നെ വത്സനെയും അനിയനെയും നിയമത്തെ മുന്നിൽ കൊണ്ടുവരണം. സഭ രക്ഷിച്ചോട്ടെ. സഭ അവരെ വലുതായിട്ട് വേണമെങ്കിലും കണ്ടോട്ടെ. അവർ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ സഭ രക്ഷിച്ചോട്ടെ. സഭ രക്ഷിക്കുവാണെങ്കിലും കുഞ്ഞാടിൽ ഒരു കുഞ്ഞാട്